ചെറിയമ്മേ, ചെറിയമ്മേ, ശോ, എവിടെയായിരുന്നു കൽപ്പനെ? വിശന്ന് വയറ് കത്തിയിട്ട് വയ്യ. ശ്ശേ, ആ നാശം പിടിച്ച പെണ്ണ് അടുക്കളയിൽ നിന്നൊന്ന് മാറണ്ടേ? അവൾ അടുക്കളയുടെ മഹാറാണിയല്ലേ? എന്തെങ്കിലും ആവട്ടെ, നമുക്ക് വിശപ്പ് ഒതുങ്ങിയിട്ട് സംസാരിക്കാം. നിന്നെയും നിന്റെ മോനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ട. എന്നിട്ട് എങ്ങനെയാടി നിനക്ക് ഇതിനകത്തൊന്ന് താമസിക്കാൻ ധൈര്യം കിട്ടിയത്? ഇവളായിട്ട് വന്ന് താമസിച്ചതാവില്ല പത്മിനി. കൽപ്പന തന്നെയാ ഇതിന്റെ പിറകില്. ചെറിയമ്മേ, കഴിക്കാനിരുന്ന സ്ഥലത്ത് നിന്നും ഉരുള കൈന്നിട്ട് എഴുന്നേറ്റപ്പോ വേദനിച്ചു അല്ലേ? ഇതുപോലെയാ കഴിഞ്ഞ ദിവസം എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചത്. കാലത്തിന് ചില കണക്കുകളുണ്ട്. നിങ്ങൾ എത്ര മിടുക്കന്മാരാകാൻ നോക്കിയാലും കാലം തിരിച്ചടിക്കും. അതാ ഇപ്പൊ കണ്ടത്. അതൊന്നും നീ ചെയ്യണ്ട പത്മിനി. നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. കൽപ്പന പൊയ്ക്കോ. എന്താ പൊയ്ക്കോളാൻ പറഞ്ഞത്? നിനക്ക് വിശ്വാസം വന്നില്ലേ? ചെല്ല്. രാധിക, നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നിന്നെ ദ്രോഹിക്കാൻ ഞാൻ ചെറിയമ്മയുടെ കൂട്ട് നിന്നിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോഴേ ഞാൻ കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ദ്രോഹിക്കാതിരിക്കെ. മോള് വന്നേ. ചെറിയമ്മയോ? എന്നിട്ട് അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അമ്മ തല്ലി ഇറക്കി വിട്ടു. പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം അതല്ല. ഏട്ടത്തിയുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ ഏട്ടത്തി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞേ. ഏട്ടത്തി ചെറിയമ്മ ഇവിടെ പാർപ്പിച്ചതിനും ഭക്ഷണം കൊടുത്തതിനും ഒക്കെ തെളിവുണ്ടോന്നാ എന്നോട് ചോദിച്ചേ. നീ സാധാരണ വീഡിയോ എടുക്കുന്നവളല്ലേ, അത് കാണിക്കാനാ പറഞ്ഞേ. എന്നിട്ട് അമ്മയൊന്നും പറഞ്ഞില്ലേ? അല്ല, അമ്മയുടെ കാരണത്തിലാണല്ലോ ഏട്ടത്തി ഇവിടെ കിടക്കുന്നത്. അതെ വരുൺ, ഏട്ടത്തി നന്നാവെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് എല്ലാരും കരുതി കാണും. പക്ഷെ തെറ്റ് പറ്റിപ്പോയി. ചെറിയമ്മയും ഗൗതമനെയും പുറത്താക്കി ആ നിമിഷം തന്നെ ഏട്ടത്തെയും പുറത്താക്കണമായിരുന്നു. ഇതൊന്നും അറിയാതെ ഏട്ടൻ ഇപ്പോഴും ഏട്ടത്തെ സ്നേഹിക്കുക. അത് കാണുമ്പോഴേ സങ്കടം സഹിക്കാൻ പറ്റാതാവുന്നു. താനിപ്പോ കാര്യങ്ങളൊക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് സമീപിച്ചു തുടങ്ങി. സത്യത്തില് ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കൂട്ട്. താൻ അടുത്തുള്ളപ്പോ ഞാൻ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാ കടന്നു പോകുന്നത്. ഞാനിരിക്കേണ്ട മുറിയിൽ എന്റെ സ്ഥാനത്ത് അവൾ ഇരിക്കുന്നേ. ഇരിക്കട്ടെ, ഒരുപാട് കാലമൊന്നും ഇല്ലല്ലോ അവക്ക്. അതെന്തായാലും നന്നായി മക്കളെ.
അത് നല്ലൊരു തീരുമാനം. കുറച്ചു ദിവസം എന്തായാലും നിങ്ങളൊന്ന് മാറി നിൽക്കും. നിങ്ങളുടെ മനസ്സ് നന്നാവുമെന്ന് മാത്രമല്ല, ഇവിടുത്തെ മൊത്തം അവസ്ഥയും മാറും. മുത്തശ്ശി, ഞങ്ങളെ അത്യാവശ്യ സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങുക. മുത്തശ്ശിക്ക് എടുക്കണ്ടേ സാധനങ്ങള് യാത്രക്കുള്ളത്? അതിന് ഞാനെവിടെ പോകുന്നു? മുത്തശ്ശി ഞങ്ങളുടെ ഒപ്പം വന്നോ, നമുക്ക് ഒന്നിച്ചു പോവാലോ. ഉം. ലോകത്ത് ആദ്യമായിരിക്കും ഒരു ഭാര്യയും ഭർത്താവും ഹണിമൂണിന് പോകുമ്പോ മുത്തശ്ശിയെ കൂട്ടിനെ വിളിക്കുന്നത്. എന്തൊരു പൊട്ടിയടി നീ. മുത്തശ്ശി കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എടാ, ഈ യാത്രയ്ക്ക് പോകുമ്പോ ആണുങ്ങളുടെ മനസ്സ് എനിക്കറിയാം. പിന്നെ നീ മോളെ കേൾപ്പിക്കാൻ വേണ്ടി എന്നെ യാത്രയ്ക്ക് വിളിക്കണ്ട. അയ്യേ, ഞാൻ ആദ്യം കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. മുത്തശ്ശി ഞങ്ങളുടെ ഫ്രണ്ട് അല്ലേ?